ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാട്ടുത്തിക്കിളിക്കൂടെ അപ്കമിംഗ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രാത്രി സുധീഷിനെ തട്ടിക്കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്ന കെട്ടിടത്തിലേക്ക് വരികയാണ് രാജീവും വരുണും. ഗുണ്ടകൾ അരികിലേക്ക് ചെന്ന് സംസാരിക്കുകയാണ്. സുധീഷ് ഇത് കാണുന്നില്ല. രാജീവ് ചോദിക്കുന്നു, എവിടെ ഗോൾഡും ക്യാഷും ഒക്കെ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞ് 2-3 ഗുണ്ടകൾ അകത്തേക്ക് പോവുകയാണ്. സുധീഷ് ആ ഗുണ്ടകളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഗോൾഡും പണവും ഉള്ള ബാഗുമായി അവര് പോകുന്നത് കണ്ട് സുധീഷ് ബഹളം വെക്കാനായി ശ്രമിക്കുകയാണ്. ആ ഗുണ്ടകളെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് സുധീഷ് മനസ്സിൽ പറയുന്നു, ഇവന്മാരല്ലേ സ്വർണവും പണവും തട്ടിക്കൊണ്ടുപോയത്? എല്ലാവരും ഒരേ ടീമാണല്ലോ. എന്തിനാ രണ്ടുപേര് മാത്രം സ്വർണവും പണവും എടുത്തോണ്ട് പോകണം? എന്നെ എന്തിനാ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത്? എന്താ എന്റെ ചുറ്റും നടക്കുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. തുടർന്ന് സ്വർണവും പണവും അരുണിനെയും രാജീവിനെ ഏൽപ്പിക്കുകയാണ് ഗുണ്ടകൾ. അത് വാങ്ങിച്ച് ഗുണ്ടകൾക്ക് കൊടുക്കാനുള്ള കാശ് കൊടുക്കുകയാണ് രാജീവ്. അരുൺ പറയുന്നു, അച്ഛാ ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാം. രാജീവ് ചോദിക്കുന്നു, എന്തിന്? നമ്മളാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറയാനോ? അരുൺ പറയുന്നു, അച്ഛാ ഞാൻ എന്തിനാ അവനോട് ഇതെല്ലാം പറയാൻ പോകുന്നത്? നമ്മളാണ് തട്ടിക്കൊണ്ട് വന്നതെന്ന് അവൻ ചാവുന്നത് വരെ അറിയാൻ പോകുന്നില്ല. അവനെ ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിച്ചേക്കാം. രാജീവ് പറയുന്നു, അവനെ ഇല്ലാതാക്കണമെന്ന് തന്നെയാ, പക്ഷെ അതിന് പറ്റിയ സമയം ഇതല്ല. ആദ്യം നിധി നമ്മുടെ ഒപ്പം നിൽക്കട്ടെ, അതിനുശേഷം ഇവനെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി കൊന്നുകളയാം. ഇവിടെ വെച്ച് എന്തെങ്കിലും ചെയ്താൽ നമ്മൾ പിടിക്കപ്പെടും. അവനെ ഇവിടുന്ന് മാറ്റുന്നത് എപ്പോഴാണെന്ന് ഞാൻ പറയാം. അതുവരെ അവൻ ഇവിടെ തന്നെ ഇരിക്കട്ടെ. അരുൺ പറയുന്നു, ശരി അച്ഛാ, പക്ഷെ ഒരു പ്രാവശ്യം ഞാൻ അവനെ കണ്ടിട്ട് വരാം. ഞാനാണ് വന്നിരിക്കുന്നതെന്ന് അവന് മനസ്സിലാകില്ല. അവൻ എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്തതാ. അവന് ഞാൻ മറുപടി കൊടുത്തേ പറ്റൂ. രാജീവ് പറയുന്നു, ശരി, അവന് ഒരു സംശയം തോന്നരുത്. നീ കണ്ടിട്ട് വാ, ഞാൻ കാറിലിരിക്കാം. തുടർന്ന് ദേഷ്യത്തോടു കൂടി ഭാസ്കരൻ പറയുന്നു, അയാൾ ഇവിടെ വന്നപ്പോഴേ ഞാൻ സംശയിച്ചതാ. എന്റെ മോൻ എന്തെങ്കിലും പറ്റിയാൽ ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല. ഈ സമയം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നികേഷ്. ഹരീഷ് ചോദിക്കുന്നു, നീ എന്തിനാടാ കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ കരയുന്നത്? സുധീഷ് ഏട്ടന് ഒന്നും പറ്റില്ല, ഞാനല്ലേ പറയുന്നത്. സുഭാഷ് ഏട്ടാ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നാൽ എങ്ങനെയാ? പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. അവര് സുധീഷിനെ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? സുഭാഷ് പറയുന്നു, എടാ അവൻ എവിടെയാണെന്ന് അറിയില്ലല്ലോ, ഇപ്പൊ എന്താ ചെയ്യുക? ഹരീഷ് പറയുകയാണ്, നമുക്ക് ഏട്ടത്തിയുടെ വീട്ടിലേക്ക് പോകാം. എന്നിട്ട് സുധീഷ് ഏട്ടൻ എവിടെയാണെന്ന് ഏട്ടത്തിയുടെ അച്ഛനോട് തന്നെ ചോദിക്കാം. സുഭാഷ് പറയുന്നു, അയാൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത് പിന്നീട് നിധിക്ക് പ്രശ്നമാകും. അവിടേക്ക് വന്ന ഭാസ്കരൻ പറയുന്നു, അയാള് തന്നെയാ സുധീഷിനെ എന്തോ ചെയ്തിരിക്കുന്നത്. അയാള് നല്ലവനല്ല. നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ചാൽ എങ്ങനെയാ? സുധീഷ് ഏട്ടനെ എന്തെങ്കിലും ചെയ്യുമോന്ന് എനിക്ക് പേടിയുണ്ട്. ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ വാ, നമുക്ക് ആദ്യം തക്കലയ്ക്ക് പോകാം. സുഭാഷ് പറയുന്നു, ശരിയടാ പോകാം, നീ വണ്ടി എടുക്ക്. നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ ഞാനും വരുന്നു. സുഭാഷ് പറയുകയാണ്, നികേഷ് നീ വീട്ടിലിരിക്കുക, ഞങ്ങൾ പോയിട്ട് വരാം. നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല. സുധീഷ് ഏട്ടന് എന്താ പറ്റിയെന്നറിയാതെ ഞാൻ എങ്ങനെ ഇവിടെ ഇരിക്കുക? ഞാനും വരുവാ. ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ അവനും കൂടി വരട്ടെ. ശരിയടാ വാന്ന് പറഞ്ഞ് സുഭാഷും ഹരീഷും നികേഷിനെയും കൂടി അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ പിന്നാലെ വരുന്ന ഭാസ്കരൻ പറയുന്നു, എടാ ഞാനും വരുവാ. സുഭാഷ് പറയുന്നു, വേണ്ട അച്ഛാ, അച്ഛൻ വീട് നോക്കിക്കോണം, ഞങ്ങൾ പോയിട്ട് വരാന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകുമ്പോൾ ഹരീഷ് ബൈക്ക് എടുക്കുകയാണ്. ഈ സമയം നീതു ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. കോൾ കണ്ട് ദേഷ്യത്തോടു കൂടി ഇവളുടെ കാര്യം എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്യുകയാണ് ഹരീഷ്. നീതു ടെൻഷനോട് കൂടി ഇരിക്കുന്നു. തുടർന്ന് മുഖം മൂടി വെച്ച് ജാക്കറ്റ് ഒക്കെ ഇട്ട് സുധീഷിന്റെ അരികിലേക്ക് വരിക അരുൺ. ഒപ്പം ഗുണ്ടകളും ഉണ്ട്. അരുൺ ദേഷ്യത്തോടു കൂടി സുധീഷിനെ തല്ലുകയാണ്. വായിലെ പ്ലാസ്റ്റർ എടുത്ത് മാറ്റുകയാണ് ഗുണ്ട. സുധീഷ് ചോദിക്കുന്നു, ആരാടാ നീ? എന്തിനാ എന്നെ തല്ലുന്നത്? ഒരു തടിക്കഷ്ണം എടുത്ത് അരുൺ സുധീഷിനെ തല്ലി ചതയ്ക്കുകയാണ്. സുധീഷ് പറയുന്നു, എന്തിനാണ് നീ എന്നെ അടിക്കുന്നത്? നിങ്ങളെല്ലാം ഒരേ ടീമാണെന്ന് എനിക്ക് മനസ്സിലായി. സ്വർണവും പണവും എടുത്തോണ്ട് ഓടിയവരും എന്നെ തട്ടിക്കൊണ്ടു വന്നവരുമെല്ലാം ഒരേ ടീമാണെന്ന് ഞാൻ മനസ്സിലാക്കി. എന്തിനാടാ എന്നെ തട്ടിക്കൊണ്ടു വന്നത്? നോക്ക്, എന്നെ വിശ്വസിച്ച് അത്രയും സ്വർണവും പണവും എല്ലാം തന്നു വിട്ടതാണ്. അതെനിക്ക് അവര് പറഞ്ഞിടത്ത് എത്തിക്കണം. എടാ എന്റെ ജീവിതത്തിന്റെ പ്രശ്നമാടാ ഇത്. ദയവ് ചെയ്ത് എന്റെ ജീവിതത്തിൽ കയറി കളിക്കരുത്. നിങ്ങളെടുത്ത പണവും സ്വർണവും എല്ലാം എനിക്ക് വേണം. ഞാൻ നിങ്ങളെ ആരെയും വെറുതെ വിടില്ല. എടാ നിങ്ങൾക്കാർക്കും എന്നെ പറ്റി അറിയില്ല, മര്യാദക്ക് എന്നെ വിട്ടോ. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി അരുൺ സുധീഷിനെ തല്ലുകയാണ്. സുധീഷ് പറയുന്നു, നിർത്തടാ, നീ ഒരാണാണോ? ആണാണെങ്കിൽ കെട്ടഴിച്ചു വിട്ടിട്ട് അടിക്കടാ. അരുൺ വീണ്ടും സുധീഷിനെ തല്ലുകയാണ്. ശേഷം ഗുണ്ടകളെയും കൂട്ടി അരുൺ അവിടെ നിന്ന് പോകുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുന്നു, ആരാ ഇവൻ? ഇതൊന്നും സ്വർണത്തിനും പണത്തിനും വേണ്ടി ചെയ്തതല്ല, മറ്റെന്തോ ലക്ഷ്യമുണ്ട്. ഇതെല്ലാം നിധിയുടെ അച്ഛന്റെ കെണിയായിരിക്കുമോ? ഞാൻ സ്വർണവും പണവും മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് വരുത്തി തീർക്കാനായി എന്നെ ആളെ വെച്ച് കടത്തിക്കൊണ്ടു വന്നതായിരിക്കുമോ? തുടർന്ന് ടെൻഷനോടുകൂടി ഹരീഷ് കടയിലേക്ക് വരികയാണ്. പിന്നാലെ സുഭാഷും നികേഷും വരുന്നു. ഹരീഷ് കട തുറക്കാനായി തുടങ്ങുമ്പോൾ നീതു വീണ്ടും ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. കോള് കണ്ട് ദേഷ്യത്തോടുകൂടി ഹരീഷ് കട്ട് ചെയ്യുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, ആരാടാ വിളിച്ചത്? ഹരീഷ് പറയുന്നു, കസ്റ്റമർ എന്തിനാ ഈ സമയത്ത് വിളിക്കുന്നതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ അതൊരു റെഗുലർ കസ്റ്റമറാ, ടോർച്ചർ ചെയ്യുക. എന്റെ വണ്ടി എടുത്ത് നിങ്ങൾ പൊയ്ക്കോ, വേറെ വണ്ടി കടക്കകത്തുണ്ട്, ഞാൻ അതെടുത്തുകൊണ്ട് പിന്നാലെ വരാം. സുഭാഷും നികേഷും ബൈക്കിൽ കയറി അവിടെ നിന്ന് പോകുമ്പോൾ മറ്റൊരു ബൈക്കും എടുത്ത് പിന്നാലെ വരികയാണ് ഹരീഷ്. നികേഷ് പറയുന്നു, എനിക്ക് പേടിയാകുന്നു സുഭാഷ് ഏട്ടാ. സുഭാഷ് പറയുകയാണ്, എടാ സുധീഷിനൊന്നും പറ്റില്ല, നമ്മൾ തിരിച്ചു വരുമ്പോൾ
നമ്മുടെ ഒപ്പം സുധീഷും ഉണ്ടാകും. നീതു വീണ്ടും ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ദേഷ്യത്തോടു കൂടി കോള് കട്ട് ചെയ്യുകയാണ് ഹരീഷ്. ടെൻഷനോടുകൂടി നീതു വീണ്ടും വിളിക്കുമ്പോൾ ബൈക്ക് സൈഡിലേക്ക് ഒതുക്കി നിർത്തി ഹരീഷ് പറയുന്നു, എന്തിനാ നീ എന്നെ വീണ്ടും വീണ്ടും വിളിക്കുന്നത്? എന്താ നിനക്ക് വേണ്ടത്? നീതു പറയുകയാണ്, ഫോൺ ചെയ്യുമ്പോൾ എടുത്ത് സംസാരിക്കാത്തത് എന്താ? ഹരീഷ് പറയുന്നു, ഞാൻ നിന്നെ രാവിലെ വിളിക്കാം. നീതു പറയുന്നു, നീ ഇപ്പം ഫോൺ എടുത്തില്ലേ, പിന്നെ സംസാരിക്കാൻ എന്താ കുഴപ്പം? രാവിലെ സംസാരിക്കാമെന്ന് പറഞ്ഞില്ലേന്ന് ഹരീഷ് പറയുമ്പോൾ നീതു ചോദിക്കാണ്, ഇപ്പൊ സംസാരിച്ചാൽ എന്താ കുഴപ്പമെന്നാ ചോദിച്ചത്. ഹരീഷ് പറയുന്നു, നിനക്ക് പറഞ്ഞാ മനസ്സിലായില്ലടി, ഫോൺ വെക്കടി. അങ്ങനെ ഹരീഷ് ഫോൺ കട്ട് ചെയ്യുകയാണ്. നീതു വീണ്ടും ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്ത് ഹരീഷ് ചോദിക്കുന്നു, നീ എന്തിനാ വീണ്ടും വീണ്ടും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? നീതു ചോദിക്കുന്നു, അപ്പൊ നീ എന്നോട് ഫോണിൽ സംസാരിക്കില്ല? നീ ഇപ്പൊ എവിടെയാ? വെളിയിലാണെന്ന് തോന്നുന്നല്ലോ. വണ്ടി പോകുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഈ സമയത്ത് എവിടെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുക? ഓ, കള്ളു കുടിക്കാൻ ഇറങ്ങിയതായിരിക്കും. ദേഷ്യത്തോടു കൂടി ഹരീഷ് പറയുന്നു, എടി ഫോൺ വെക്കടി, വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ. അങ്ങനെ ഹരീഷ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ദേഷ്യത്തോടു കൂടി ഫോൺ ബെഡിലേക്ക് വലിച്ചെറിയുകയാണ് നീതു. തുടർന്ന് സുധീഷിന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്ന നിധി ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. വിഷമത്തോടുകൂടി ഇരിക്കുന്ന ഹേമയുടെ അരികിലേക്ക് വന്ന് സാന്ദ്ര പറയുന്നു, അമ്മ ഈ പാലെങ്കിലും കുടിക്ക്, രാവിലെ മുതലേ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇത് കേട്ടുകൊണ്ട് നിധി അവിടേക്ക് വരികയാണ്. ഹേമ പറയുന്നു, എനിക്കൊന്നും വേണ്ട, എന്റെ മോളുടെ ജീവിതം പോയി. ഞങ്ങൾ ഇനി എന്തിനാ ജീവിക്കുന്നത്? ഭക്ഷണം കഴിക്കാതെ മരിച്ചു പോകുന്നെങ്കിൽ മരിച്ചു പോകട്ടെ. സാന്ദ്ര പറയുന്നു, അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. ഈ സമയം അവിടേക്ക് വരികയാണ് രാജീവും അരുണും. നിധി അവരുടെ അരികിലേക്ക് ഓടി വരുമ്പോൾ കണ്ണിൽ കണ്ടതെല്ലാം തട്ടിത്തെറിപ്പിച്ച് ദേഷ്യത്തോടുകൂടി അകത്തേക്ക് കയറി വരികയാണ് രാജീവ്. ടെൻഷനോടുകൂടി ഹേമ ചോദിക്കുന്നു, എന്തു പറ്റി രാജീവേട്ടാ? നിധി ചോദിക്കുന്നു, എന്തു പറ്റി അച്ഛാ? സുധീഷിനെ കണ്ടുപിടിച്ചോ? സുധീഷിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ദേഷ്യത്തോടുകൂടി രാജീവ് പറയുന്നു, അവൻ എന്തു കുഴപ്പമാ? അവൻ കാരണം എനിക്കാ കുഴപ്പങ്ങൾ. അവൻ പോയി നിധി, സ്വർണവും പണവും എല്ലാം മോഷ്ടിച്ചുകൊണ്ട് അവൻ ഒരൊറ്റ പോക്കങ്ങ് പോയി. ഞങ്ങൾ എവിടെയെല്ലാം അന്വേഷിച്ചു എന്നറിയുമോ? അവനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. മോഷ്ടിക്കുന്നതാണ് അവന്റെ കുടുംബത്തിന്റെ ജോലി എന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ക്ലീൻ ആയിട്ട് എസ്കേപ്പ് ആയി. ഹേമ പറയുന്നു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആകുന്നത്? നിങ്ങളുടെ ശരീരത്തിന് എന്തെങ്കിലും പറ്റും. രാജീവ് പറയുന്നു, ഇനി എനിക്ക് എന്ത് സംഭവിക്കാനാ? ഞാൻ സ്നേഹിച്ചു വളർത്തിയ എന്റെ മോളെ എന്നിൽ നിന്നും അകറ്റി കൊണ്ടുപോയി. ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണവും സ്വർണവും കൊണ്ടുപോയി. ഇനി എന്നെ വിട്ടുപോകുന്നതിന് എന്താ ഉള്ളത്? എന്റെ ജീവൻ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ എന്റെ ജീവനും പോട്ടെ. അങ്ങനെ രാജീവ് വീഴാനായി തുടങ്ങുമ്പോൾ അയ്യോ അച്ഛാന്ന് വിളിച്ച് താങ്ങി പിടിക്കുകയാണ് അരുൺ. അയ്യോ എന്തു പറ്റി രാജീവേട്ടാന്ന് ചോദിച്ച് ഓടി വന്ന് കയ്യിൽ പിടിച്ച് ഹേമ പറയുന്നു, സാന്ദ്ര കുടിക്കാൻ വെള്ളം എടുത്തോണ്ട് വാ. സാന്ദ്ര വെള്ളം എടുക്കാനായി ഓടി പോവുകയാണ്. രാജീവ് വെള്ളം കുടിക്കുമ്പോൾ സാന്ദ്ര ചോദിക്കുന്നു, അരുണേട്ടന്റെ കയ്യിൽ GPS ഇല്ലേ? അവസാനമായി വണ്ടി എവിടെ വെച്ചാണ് ഓഫ് ആയതെന്ന് നോക്കിയിട്ട് സുധീഷിനെ കണ്ടുപിടിക്കാൻ കഴിയില്ലേ? അരുൺ പറയുന്നു, നീ ചിന്തിച്ചത് ഞാനും ചിന്തിച്ചു കാണില്ലേ? അവിടെല്ലാം പോയി ഞാൻ അന്വേഷിച്ചു, ഒന്നും കണ്ടില്ല. വെറുതെ ആരങ്ങി നടന്നത് മാത്രം മിച്ചം. എല്ലായിടത്തും നമ്മുടെ ആളുകളെ വിട്ട് അന്വേഷിപ്പിച്ചു, കണ്ടെത്താൻ കഴിഞ്ഞില്ല. എല്ലാം അവൻ പ്ലാൻ ചെയ്ത് നടപ്പാക്കിയതാ. നമ്മളാ അവനെ വിശ്വസിച്ച മണ്ടന്മാരായത്. ഹേമ പറയുന്നു, മതിയായോ നിനക്ക്? അവൻ നല്ലവനാണെന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നതല്ലേ, ഇപ്പൊ എന്തായി? രാജീവ് പറയുന്നു, നീ അവനെ ഇപ്പോഴും വിശ്വസിക്കുന്നത് കണ്ട് ഞാനായിരിക്കും അവനെ തെറ്റിദ്ധരിച്ചെന്ന് വിചാരിച്ച് ഒരു 10% വിശ്വാസം അവസാന നിമിഷം വരെ എനിക്കുണ്ടായിരുന്നു. ആ വിശ്വാസം പോയിന്ന് അവൻ തെളിയിച്ചു. നന്നായി സംസാരിച്ച് അഭിനയിച്ച് ഞങ്ങളെ അവൻ ഇങ്ങനെ ചതിച്ചെങ്കിൽ നിന്നെ എങ്ങനെയൊക്കെ ചതിച്ചു കാണും. വേണ്ട മോളെ, അവൻ മോളുടെ ജീവിതത്തിൽ വേണ്ട. അവൻ കാരണം എനിക്ക് പല ലക്ഷങ്ങളാ നഷ്ടം. ഞാൻ പണം വേണമെങ്കിൽ വീണ്ടും സമ്പാദിക്കും, പക്ഷെ അതിനുവേണ്ടി നിന്നെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അവന്റെ കൂടെ ജീവിച്ച ജീവിതം മറന്നേക്കും മോളെ. ഇത്രയ്ക്ക് മോശമായ ഒരു കുടുംബത്തിലാണ് നീ ഇത്രയും നാള് ജീവിച്ചത്. അതോർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇനി ആ വീട്ടിലേക്ക് പോകാമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കേണ്ട. ഭാഗ്യം കൊണ്ടാ നിന്നെ തേടി ഞാൻ അവിടെ വന്നത്. ഇല്ലെങ്കിൽ നിന്നെ വെച്ച് അവരെന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുമോ? കാശും സ്വർണവും ഒക്കെ പോകുന്നെങ്കിൽ പോട്ടെ, നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ നിന്റെ അമ്മയെ എന്ത് ചെയ്യുമായിരുന്നു? വേണ്ട, ആ ജീവിതം നിനക്ക് വേണ്ട. ലീഗലി നിനക്ക് ഡിവോഴ്സ് വാങ്ങിക്കുന്ന ജോലിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ഇവിടെ താമസിച്ചുകൊണ്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. ജോലിക്ക് പോകണമെങ്കിൽ പൊയ്ക്കോ, അല്ലെങ്കിൽ അച്ഛന്റെ ഒപ്പം ബിസിനസ് ചെയ്യണോ, അതൊക്കെ നിന്റെ ഇഷ്ടമാണ്. പക്ഷെ എന്ത് ചെയ്താലും ഇവിടെ താമസിച്ചുകൊണ്ട് ചെയ്താൽ മതി. അങ്ങനെ രാജീവ് അകത്തേക്ക് പോകുമ്പോൾ അരുൺ പറയുകയാണ്, നിധി ഞങ്ങൾ പറയുന്നത് കേൾക്കാതെ നീ തന്നെയാണ് ഒരു ജീവിതം തിരഞ്ഞെടുത്തത്. ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്താണെന്ന് നീ കണ്ടില്ലേ? ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുന്ന നിധി, അച്ഛൻ എന്ത് ചെയ്താലും നമ്മുടെ നല്ലതിനു വേണ്ടിയായിരിക്കും. ഇനി അവനെ വിശ്വസിക്കരുത്. സാന്ദ്രെ പറഞ്ഞു മനസ്സിലാക്ക്. അങ്ങനെ അരുൺ അകത്തേക്ക് പോകുമ്പോൾ കയ്യിൽ പിടിച്ച സാന്ദ്ര പറയുന്നു, നിധി അച്ഛൻ നിധിയുടെ നല്ലതിനു വേണ്ടിയല്ലേ പറയുന്നത്? ഹേമ പറയുകയാണ്, ഇത്രയും പേര് പറയുന്നില്ലേ, എന്നിട്ടും നിനക്ക് മനസ്സിലായില്ലേ അവൻ ചതിയനാണെന്ന്? അങ്ങനെ ഹേമയും സാന്ദ്രയും നിധിയുടെ മനസ്സ് മാറ്റാനായി ശ്രമിക്കുകയാണ്. തുടർന്ന് തക്കലയിലേക്ക് വരികയാണ് സുഭാഷും ഹരീഷും നികേഷും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, ഏട്ടത്തിയുടെ വീട്ടിലേക്ക് പോണം. സുഭാഷ് പറയുകയാണ്, നിധിയുടെ വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? സുധീഷ് കള്ളനാണെന്ന് വരുത്തി തീർത്ത് അവനെ പറ്റി തെറ്റായ രീതിയിൽ സംസാരിക്കുകയാണ് അവർ. ഈ സമയം നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് ശരിയാകില്ല. ഹരീഷ് പറയുന്നു, അയാളാ ഇതിനെല്ലാം കാരണം. അയാൾ തന്നെ ആയിരിക്കും സുധീഷ് ഏട്ടനെ തട്ടിക്കൊണ്ടുപോയത്. അയാൾക്ക് 4 എണ്ണം കൊടുത്താൽ സത്യം പുറത്തു വരും. സുഭാഷ് പറയുന്നു, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ഹരീഷ്. ഇത് സുധീഷ്
ഹരീഷിന്റെ ജീവിതത്തിന്റെ പ്രശ്നമാ. നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ സമയം പോകുന്നു, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. നമുക്ക് ഏട്ടത്തിയെ വിളിച്ച് സുധീഷ് ഏട്ടൻ എങ്ങോട്ടാ പോയെന്ന് ചോദിക്കാം. എന്നിട്ട് നമുക്ക് ആ വഴി പോകാം. എന്തെങ്കിലും ക്ലൂ കിട്ടാതിരിക്കില്ല. ഹരീഷ് പറയുകയാണ്, ഇവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്, നമുക്ക് ആ വഴി പോകാം. ഈ സമയം ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് നീതു. സുഭാഷ് പറയുന്നു, ഫോൺ എടുക്കടാ, നിധിയായിരിക്കും. സുധീഷ് വന്നോന്ന് ചോദിക്ക്. ഹരീഷ് പറയുന്നു, ഇത് ഏട്ടത്തിയല്ല, വേറൊരാളാ, ഒരു മിനിറ്റ് ഞാൻ സംസാരിച്ചിട്ട് വരാം. അതിനെ കുറച്ചങ്ങോട്ടേക്ക് മാറി നിന്ന് ഫോൺ അറ്റൻഡ് ചെയ്ത് ഹരീഷ് ചോദിക്കുന്നു, എടി നിനക്ക് എന്താടി വേണ്ടത്? കണ്ണു നിറങ്ങിയ നീതു പറയുന്നു, എന്ത് വേണമെന്ന് നിനക്കറിയത്തില്ലേ? സംസാരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ കോള് ചെയ്യുന്നത്. ഫോൺ എടുത്ത് എന്ത് വേണമെന്ന് ചോദിക്കാൻ ടൈം ഉണ്ടല്ലോ, പിന്നെ സംസാരിക്കാൻ എന്താ കുഴപ്പം? ഹരീഷ് പറയുന്നു, എടി സമയം 1 മണിയാകുന്നു, ഉറക്കമില്ലേ നിനക്ക്? നീതു പറയുകയാണ്, ഫോൺ എടുത്ത് മര്യാദയ്ക്ക് സംസാരിച്ചാലല്ലേ എനിക്ക് ഉറക്കം വരൂ. നീ ദേഷ്യപ്പെട്ടിട്ട് വെക്കുവല്ലേ ഫോണ്, പിന്നെ ഞാൻ എങ്ങനെ ഉറങ്ങുക? ഹരീഷ് പറയുന്നു, എടി ഞാൻ നിന്നെ രാവിലെ വിളിക്കാമെന്ന് പറഞ്ഞതല്ലേ, മനുഷ്യനിങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? നീതു പറയുന്നു, മനസ്സിലായി, സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച പോലും ആയില്ല, അതിനുള്ളിൽ എന്നോട് സംസാരിക്കുന്നത് നിനക്ക് ബോറായി. ഹരീഷ് പറയുന്നു, എടി നീ എന്റെ ക്ഷമയെ ഒരുപാട് പരീക്ഷിക്കുന്നുണ്ട്, ഞാനിവിടെ വല്ലാത്ത ടെൻഷനില്ല. എന്താ നിന്റെ ടെൻഷൻ എന്ന് നീതു ചോദിക്കുമ്പോൾ ഹരീഷ് പറയുന്നു, അതൊന്നും നിന്നോട് പറയാൻ പറ്റില്ല, ഫോൺ വെച്ചിട്ട് പോയി കിടന്നുറങ്ങാൻ നോക്ക്. നീതു പറയുന്നു, നീ ഇപ്പം ഫോൺ കട്ട് ചെയ്താൽ ഞാൻ വീണ്ടും വീണ്ടും വിളിച്ചോണ്ടേയിരിക്കും. സുഭാഷ് ചോദിക്കുന്നു, എന്താടാ? ഒന്നുമില്ല, ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ ഹരീഷ് നീതുവിനോട് പറയുകയാണ്, നീ എന്തിനോട് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? നീതു പറയുന്നു, ഞാൻ നിന്നോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നിനക്ക് ടോർച്ചർ ആണല്ലേ? കഴിഞ്ഞ ദിവസം രാത്രി 3 മണി വരെ നീ എന്നോട് സംസാരിച്ചു. ഹരീഷ് പറയുന്നു, ഞാൻ പറഞ്ഞില്ലേടി ടെൻഷനിലാണെന്ന്, ഒന്ന് മനസ്സിലാക്ക്. നീതു പറയുന്നു, നീ പറയുന്നതെല്ലാം കള്ളവാ, നീ വീട്ടിലില്ല, വേറെ എവിടെയോ ആണ്. ഞാൻ വിചാരിച്ചതുപോലെയല്ല നീ, ആരുടെ കൂടെയോ നാട് ചുറ്റുകയാണ് നീ. സത്യം പറ, ആരുടെ കൂടാ ഈ നാട് ചുറ്റുന്നത്? ഹരീഷ് ദേഷ്യത്തോടു കൂടി ഫോൺ വലിച്ചെറിയുകയാണ്. അരികിലെ കൂടി വന്ന് സുഭാഷ് ചോദിക്കുന്നു, ഹരീഷ് എന്ത് പറ്റി? നീ എന്തിനാ ഫോൺ വലിച്ചെറിഞ്ഞത്? ഫോൺ എടുത്തു നോക്കി നികേഷ് പറയുന്നു, ഹരീഷേട്ടാ ഫോൺ ഓഫ് ആയി പോയി. എടാ ആരാ വിളിച്ചതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, അതൊരു കസ്റ്റമറാ, അവസ്ഥ മനസ്സിലാക്കാതെ ചുമ്മാതെ കോള് ചെയ്ത് ശല്യപ്പെടുത്തുക. സുഭാഷ് ചോദിക്കുന്നു, അതിനുവേണ്ടി നീ എന്തിനാ ഫോണെല്ലാം വലിച്ചെറിയുന്ന രീതിയിൽ ദേഷ്യപ്പെടുന്നത്? നികേഷ് പറയുന്നു, ഫോൺ ദാ ഓൺ ആകുന്നില്ല. ഹരീഷ് ഫോൺ വാങ്ങിച്ച് പോക്കറ്റിലേക്ക് വെക്കുകയാണ്. ശേഷം അവർ ബൈക്കിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് ക്ഷീണത്തോടു കൂടി സുധീഷ് പറയുന്നു, എടാ കുടിക്കാൻ കുറച്ച് വെള്ളം താടാ, വിശക്കുന്നുണ്ട്. ഗുണ്ടകളുടെ ഒരാൾ പറയുന്നു, ഇവൻ വിശന്ന് ചത്തുപോകുമെന്ന് തോന്നുന്നു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോയി കഴിച്ചിട്ട് ഇവനുള്ളത് വാങ്ങിച്ചോണ്ട് വരാം. അങ്ങനെ ഗുണ്ടകൾ അവിടെ നിന്ന് പോകുമ്പോൾ സുധീഷ് പറയുന്നു, എടാ കുറച്ച് വെള്ളമെങ്കിലും തന്നിട്ട് പോടാ. നടന്നു പോകുന്ന ഗുണ്ടകളിൽ ഒരാളുടെ പോക്കറ്റിൽ നിന്നും ഫോൺ താഴേക്ക് വീഴുകയാണ്. മദ്യപിച്ച് ലക്കുകെട്ട ഗുണ്ടകൾ ഇത് ശ്രദ്ധിക്കുന്നില്ല. അവർ അവിടെ നിന്ന് പോയതിനു ശേഷം ആ ഫോൺ എടുക്കാനായി ശ്രമിക്കുകയാണ് സുധീഷ് കാലുകൊണ്ട് ഫോൺ ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. ഫോൺ ലോക്കല്ല. കാൽവിരൽ വെച്ച് ഹരീഷിന്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കോള് ചെയ്യുകയാണ് സുധീഷ്. ഹരീഷിന്റെ ഫോൺ ഓഫ് ആയതുകൊണ്ട് ഫോണിൽ കിട്ടുന്നില്ല. സുധീഷ് പറയുന്നു, ഇപ്പൊ നീ എന്തിനാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇനി ആരെയാ വിളിക്കേണ്ടത്? തുടർന്ന് ഒരു സ്ഥലത്തേക്ക് ബൈക്ക് നിർത്തി ചുറ്റും നോക്കുകയാണ് സുഭാഷും ഹരീഷും നികേഷും. ഇവിടെങ്ങും ആരെയും കാണുന്നില്ലല്ലോ എന്ന് നികേഷ് പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, രാത്രിയല്ലേടാ, എല്ലാവരും ഉറങ്ങുകയായിരിക്കും. തുടർന്ന് സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടന്റെ ഫോണിലേക്ക് വിളിക്കാം. സുഭാഷ് ഏട്ടന്റെ ഫോൺ നമ്പർ ഓർമ്മയിൽ വരുന്നില്ലല്ലോ. തുടർന്ന് ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ഈ രാത്രിയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, ആകെ ചെയ്യാൻ പറ്റുന്നത് അയാളുടെ വീട്ടിൽ ചെന്ന് 4 എണ്ണം കൊടുത്തിട്ട് സത്യം പറയിപ്പിക്കാനാ. തുടർന്ന് സുഭാഷ് നമ്പർ ഓർത്തെടുത്ത് കോള് ചെയ്യുകയാണ് സുധീഷ്. സമാധാനത്തോടുകൂടി സുധീഷ് പറയുന്നു, റിങ് ചെയ്യുന്നുണ്ട്. കോള് കണ്ട് ദേഷ്യത്തോടുകൂടി ഫോൺ കട്ട് ചെയ്യുകയാണ് സുഭാഷ്. ആരാ സുഭാഷ് ഏട്ടാ വിളിച്ചതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, അറിയില്ലടാ, അറിയാത്ത നമ്പറാ. സുധീഷ് ആയിരിക്കും വിളിച്ചതെന്ന് കരുതിയാ ഞാൻ ഫോണിൽ നോക്കിയത്. നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ ഫോൺ എടുത്ത് സംസാരിക്കേണ്ടതായിരുന്നു, അറിയാത്ത നമ്പർ അല്ലേടാന്ന് സുഭാഷ് പറയുമ്പോൾ നികേഷ് ചോദിക്കുകയാണ്, എന്താ എല്ലാവർക്കും അർദ്ധരാത്രി കോള് വരുന്നത്? വീണ്ടും സുധീഷ് സുഭാഷിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുവെങ്കിലും ഫോൺ എടുക്കുന്നില്ല. എന്താ സുഭാഷ് ഏട്ടാ എടുക്കാത്തെന്ന് പറഞ്ഞ് സുധീഷ് വീണ്ടും വിളിക്കുകയാണ്. കോള് കണ്ട് സുഭാഷ് പറയുന്നു, വീണ്ടും ആ നമ്പറിൽ നിന്നാ. നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ ഫോൺ എടുത്ത് സംസാരിക്ക്. ഹരീഷ് പറയുന്നു, അറ്റൻഡ് ചെയ്ത് സംസാരിക്ക് സുഭാഷ് ഏട്ടാ. ഇത് കേട്ട് സുഭാഷ് ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ? സുഭാഷ് സുധീഷ് എന്ന് വിളിക്കുമ്പോൾ ഹരീഷും നികേഷും ചോദിക്കുന്നു, സുധീഷ് ഏട്ടനോ? സുഭാഷ് പറയുന്നു, നീ എവിടാടാ? നിന്നെ അന്വേഷിച്ചിറങ്ങിയിരിക്കുവാ ഞങ്ങള്. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ഇവിടെയുള്ള ഒരുത്തന്റെ ഫോണിൽ നിന്നാ ഞാൻ വിളിക്കുന്നത്, സ്പീക്കറിലിട്ടിരിക്കുക, വോയിസ് കേട്ട് ആരെങ്കിലും വരും. ഫോൺ സ്പീക്കറിലിട്ട് ഹരീഷ് പറയുന്നു, സുധീഷ് ഏട്ടാ ഞങ്ങൾ തക്കലിലുണ്ട്, സുധീഷ് ഏട്ടൻ പേടിക്കണ്ട, സുധീഷ് ഏട്ടൻ എവിടെയാണെന്ന് പറ, ഞങ്ങൾ ഉടനെ വരാം. സുധീഷ് പറയുന്നു, ഇങ്ങനെ ബഹളം വെക്കാതെ പതിയെ പറയടാ, പോയ ഗുണ്ടകള് തിരിച്ചു വരും. ഹരീഷ് പറയുന്നു, സുധീഷ് ഏട്ടൻ എവിടെയാ പറ, ഞങ്ങൾ വരാം. സുധീഷ് പറയുന്നു, എവിടെയാണെന്ന് എനിക്ക് അറിയില്ലടാ, ഞാൻ ഇന്ന് കാറിൽ പോകുമ്പോൾ കുറച്ച് റൗഡികൾ വണ്ടി തടഞ്ഞു നിർത്തി എന്നെ തട്ടിക്കൊണ്ടുപോയതാ. കാറിൽ വെച്ചിരുന്ന നിധിയുടെ അച്ഛൻ തന്ന പണവും സ്വർണവും എല്ലാം അവർ മോഷ്ടിച്ചു കൊണ്ടുപോയി. ഇത് ഏതാ സ്ഥലം എനിക്ക് അറിയില്ലടാ, ഇരുമ്പ് ഫാക്ടറി പോലെയുണ്ട്, ഇവിടെ എന്നെ കെട്ടിയിട്ടിരിക്കുക. അവര് പുറത്തുപോയ സമയം നോക്കി ഒരുത്തന്റെ ഫോൺ എടുത്താ ഞാൻ സംസാരിക്കുന്നത്. ഹരീഷ് പറയുന്നു, ലൊക്കേഷൻ അയക്കാൻ പറ്റുമോ? സുധീഷ് പറയുകയാണ്, എടാ കൈയും കാലും ഒക്കെ കെട്ടി വെച്ചിരിക്കുക, ഞാൻ ഈ ഫോൺ കാലുകൊണ്ട് ഓൺ ചെയ്താ ഫോൺ ചെയ്തിരിക്കുന്നത്. ഹരീഷ് പറയുന്നു,
പറയുന്നു അവര് നിന്നെ എവിടെ വെച്ചാ പിടിച്ചോണ്ട് പോയത്? സുധീഷ് പറയുകയാണ് തക്കലയിൽ വെച്ച ജംഗ്ഷനില്ലേ. അങ്ങനെ വഴി പറഞ്ഞു കൊടുക്കുകയാണ് സുധീഷ്. തുടർന്ന് സുധീഷ് പറയുന്നു എടാ ഹരീഷ് എങ്ങനെയെങ്കിലും വരണടാ പ്ലീസ്. ഹരീഷ് പറയുന്നു സുധീഷേട്ടാ ഞങ്ങൾ ഉടനെ വരാം, പേടിക്കണ്ട. ശരിയടാ എന്ന് പറഞ്ഞ് സുധീഷ് ചുറ്റും നോക്കുമ്പോൾ ഗുണ്ടകൾ വണ്ടിയിൽ അവിടേക്ക് വരുന്നത് കാണുകയാണ്. പെട്ടെന്ന് കോള് കട്ട് ചെയ്യുകയാണ് സുധീഷ്. സുഭാഷ് പറയുന്നു കട്ടായി, ആരോ വന്നെന്ന് തോന്നുന്നു. നികേഷ് പറയുകയാണ് സുധീഷ് ചേട്ടനോ ഉള്ള സ്ഥലം പറഞ്ഞില്ലേ, വാ നമുക്ക് ഉടനെ അങ്ങോട്ടേക്ക് പോകാം. അങ്ങനെ അവർ സുധീഷ് പറഞ്ഞ വഴിയെ പോവുകയാണ്. സുധീഷിന്റെ അരികിലേക്ക് ഓടി വന്ന ഗുണ്ടകളിൽ ഒരാൾ ഷട്ടിൽ കുത്തിപ്പിടിച്ച് ചോദിക്കുന്നു നിന്നെ അവിടെയല്ലേ ഇരുത്തിയത്, നീ എങ്ങനെ ഇവിടെ വന്നത്? സുധീഷ് ഫോൺ ചവിട്ടി പിടിച്ചിരിക്കുകയാണ്. അയാൾ ചോദിക്കുന്നു നീ എന്താടാ ചെയ്തത്? പെട്ടെന്ന് ഒരാൾ ഫോൺ കാണുകയാണ്. അയാൾ പറയുന്നു അണ്ണാ ഇത് എന്റെ ഫോണാ. മറ്റേയാൾ പറയുന്നു നിനക്ക് നിന്റെ ഫോൺ സൂക്ഷിക്കാൻ അറിയില്ലേ, ഇവൻ ആരെങ്കിലും ഫോൺ ചെയ്തു എന്ന് നോക്ക്. അയാൾ പറയുന്നു ഏതോ 2-3 നമ്പറിൽ കോള് ചെയ്തിട്ടുണ്ട്. അയാൾ ചോദിക്കുന്നു 2-3 നമ്പറിലേക്കോ? അങ്ങനെ സുധീഷിനെ തല്ലേ സുഭാഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ആ ഗുണ്ടകളിൽ ഒരാൾ. കോള് കണ്ട് സുഭാഷ് പറയുന്നു സുധീഷ. അങ്ങനെ സുഭാഷ് ഫോൺ അറ്റൻഡ് ചെയ്യാനായി തുടങ്ങുമ്പോൾ ഹരീഷ് പറയുന്നു സുഭാഷ് ഏട്ടാ ഫോൺ ഇതാ, മിണ്ടരുതേ. അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്ത് സ്പീക്കറിലിടുകയാണ് ഹരീഷ്. അവരാരും സംസാരിക്കുന്നില്ല. ആ ഗുണ്ട ചോദിക്കുന്നു ആരാടാ നീ? സുധീഷ് അല്ലാന്ന സുഭാഷ് പതിയെ പറയുമ്പോൾ കോള് കട്ട് ചെയ്യുകയാണ് ഹരീഷ്. സുധീഷ് സമാധാനത്തോടു കൂടി ഇരിക്കുന്നു. ഹരീഷ് പറയുന്നു സുധീഷ് ഏട്ടൻ പിടിക്കപ്പെട്ടു എന്ന് തോന്നുന്നു. നികേഷ് പറയുകയാണ് അയ്യോ എനിക്ക് പേടിയാവുന്നു, സുധീഷ് ഏട്ടൻ എന്തെങ്കിലും സംഭവിക്കോ? ഹരീഷ് പറയുകയാണ് കുഴപ്പമൊന്നുമില്ലടാ, വാ എങ്ങനെയെങ്കിലും നമുക്ക് സുധീഷ് ഏട്ടനെ കണ്ടെത്താം. സുഭാഷ് ഏട്ടാ വണ്ടി എടുക്ക്. തുടർന്ന് ആരുണ്ടെ ഫോണിലേക്ക് വിളിച്ച് ആ ഗുണ്ട കാര്യങ്ങൾ വിശദമായി പറയുകയാണ്. എല്ലാം കേട്ട് ആ ഗുണ്ടയെ വഴക്ക് പറഞ്ഞ് അരുൺ പറയുന്നു ഞാൻ പറയുന്നത് പോലെ ചെയ്യണം, എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടുന്ന് മാറണം, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് പോയാൽ മതി. അങ്ങനെ സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ് അരുൺ പറഞ്ഞത് പ്രകാരം ഗുണ്ടകൾ സുധീഷിനെ കാറിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. ടെൻഷനോടുകൂടി സുധീഷ് മനസ്സിൽ പറയുന്നു ഇവര് വേറെ എവിടേക്കോ കൂട്ടിക്കൊണ്ടു പോവുകയാണല്ലോ. ബഹളം വയ്ക്കുന്ന സുധീഷിന്റെ വാ പൊത്തിപ്പിടിക്കുകയാണ് ഗുണ്ടകളിൽ ഒരാൾ. ഈ സമയമെല്ലാം ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുന്ന നീതു ഫോണിൽ കിട്ടാത്തത് കൊണ്ട് വോയിസ് മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. തുടർന്ന് സുധീഷിന്റെ വിവരമൊന്നും അറിയാതെ ടെൻഷനോടുകൂടി റൂമിലിരിക്കുകയാണ് നിധി. എന്നെ വിടെന്ന് പറഞ്ഞ് സുധീഷ് ബഹളം വയ്ക്കുമ്പോൾ സുധീഷിന്റെ വായിൽ ടേപ്പ് ഒട്ടിക്കുകയാണ് ഗുണ്ടകളുടെ ഒരാൾ. വണ്ടി വളരെ വേഗത്തിൽ പോവുകയാണ്. ആ വഴി ബൈക്കിൽ വരികയാണ് ഹരീഷും സുഭാഷും നികേഷും. വണ്ടി ഹരീഷിന്റെ ബൈക്കിൽ തട്ടുന്നു. ഹരീഷ് താഴേക്ക് വീഴുകയാണ്. സുധീഷിനെ കൊണ്ടുപോകുന്ന വണ്ടി കുറച്ച് മുന്നോട്ടേക്ക് നിർത്തി തിരിഞ്ഞു നോക്കുകയാണ് ഗുണ്ടകൾ. നികേഷ് പറയുന്നു ഹരീഷേട്ടാ എഴുന്നേൽക്ക്. ഹരീഷ് എഴുന്നേക്കെന്ന് പറഞ്ഞ് നികേഷും സുഭാഷും ഓടിച്ചെന്ന് ഹരീഷിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. സുഭാഷ് അവർക്ക് പറയുന്നു നിർത്തടാ. ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ഗുണ്ട പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സുധീഷിന്റെ അരികിലിരിക്കുന്ന ഗുണ്ട ചോദിക്കുന്നു എടാ നീ എന്താ ചെയ്യാൻ പോകുന്നത്? അവന്മാര് ദേഷ്യപ്പെടുന്നു, അവന്മാർക്ക് 4 എണ്ണം കൊടുത്തിട്ട് വരാം. അങ്ങനെ ആ ഡ്രൈവർ പറയുമ്പോൾ കൂടെയുള്ള ആൾ പറയുന്നു അതൊന്നും വേണ്ട, ആള് ചത്തുപോയിട്ടൊന്നും ഇല്ലല്ലോ, നീ വണ്ടി എടുക്ക്. ഹരീഷിന്റെ കയ്യിൽ നിന്നും ചോര വരികയാണ്. സുഭാഷ് ദേഷ്യത്തോടുകൂടി ഡ്രൈവ് ചെയ്തിരുന്ന ആളുടെ അരികിലേക്ക് വന്ന് ഷട്ടിൽ കുത്തി പിടിച്ചിട്ട് പറയുന്നു കണ്ടോടാ രക്തം വരുന്നത് കണ്ടോടാ, എവിടെ നോക്കിയാ നീയൊക്കെ വണ്ടി ഓടിക്കുന്നത്? തിരിഞ്ഞു നോക്കുന്ന സുധീഷ് കാണുകയാണ് സുഭാഷിനെയും ഹരീഷിനെയും നികേഷിനെയും. വായിൽ ടേപ്പ് ഒട്ടിച്ചിരിക്കുന്നതിനാൽ ബഹളം വെക്കാൻ കഴിയുന്നില്ല. അരികിലേക്ക് വന്ന ഹരീഷ് സുഭാഷിനെ പിടിച്ചു മാറ്റുകയാണ്. ഗുണ്ടകൾ വണ്ടിയിലേക്ക് കയറാനായി തുടങ്ങുമ്പോൾ സുധീഷ് അവരിൽ ഒരാളെ ചവിട്ടി താഴെയിട്ട് സുഭാഷ് ഏട്ടാന്ന് വിളിക്കാനായി ശ്രമിക്കുകയാണ്. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുന്ന നികേഷ് കാണുകയാണ് വണ്ടിയിലിരിക്കുന്ന സുധീഷിനെ. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നോടാന്ന് ചോദിച്ച് ആ ഗുണ്ട വണ്ടിയിലേക്ക് കയറുകയാണ്. അവർ വണ്ടിയിൽ അവിടെ നിന്ന് പോകുമ്പോൾ നികേഷ് ഉറക്കെ പറയുന്നു സുഭാഷ് ഏട്ടാ സുധീഷ് ഏട്ടൻ ദേ അങ്ങോട്ട് നോക്ക്. സുധീഷ് തിരിഞ്ഞു നോക്കുന്നുണ്ട്. പിന്നിലത്തെ കണ്ണാടിയിലൂടെ അവർ സുധീഷിനെ കാണുകയാണ്. ഹരീഷും സുഭാഷും നികേഷും ബൈക്ക് എടുത്ത് ആ വണ്ടിയുടെ പിന്നാലെ പോവുകയാണ്. കണ്ണാടിയിലൂടെ അവരെ കാണുന്ന ഗുണ്ടകളിൽ ഒരാൾ പറയുന്നു ഇവരെന്തിനാ നമ്മുടെ വണ്ടിയുടെ പിന്നാലെ വരുന്നത്, ചെറുകിയൊന്ന് തട്ടിയതല്ലേ ഉള്ളൂ. വണ്ടിയുടെ അരികിലേക്ക് വന്ന ഹരീഷ് വണ്ടിയിൽ തട്ടിക്കൊണ്ട് പറയുന്നു വണ്ടി നിർത്തടാ. ഒരാൾ പറയുന്നു മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നു, പെട്ടെന്ന് പോ, വണ്ടി നിർത്തടാന്ന് പറഞ്ഞ ബഹളം വയ്ക്കുകയാണ് ഹരീഷും സുഭാഷും നികേഷും. തിരിഞ്ഞു നോക്കുന്ന സുധീഷും മനസ്സിൽ പറയുന്നു വാടാ ഹരീഷേ വാ. തുടർന്ന് വണ്ടിയുടെ മുന്നിലേക്ക് ബൈക്ക് കൊണ്ട് നിർത്തുകയാണ് സുഭാഷും ഹരീഷും. ഗുണ്ടകളും വണ്ടിയിൽ നിന്നും ഇറങ്ങുകയാണ്. ഹരീഷും സുഭാഷും ആ ഗുണ്ടകളെ തല്ലുമ്പോൾ സുധീഷ് ഏട്ടാന്ന് വിളിച്ച് നികേഷ് വണ്ടിയുടെ ഡോറ് തുറക്കാനായി ഓടുകയാണ്. ഗുണ്ടകളിൽ ഒരാൾ നികേഷിനെ തടയുന്നു. അവിടെ ഓടി വന്ന സുഭാഷ് അയാളെ അടിച്ചു വീഴ്ത്തുമ്പോൾ നികേഷ് വണ്ടിയിലേക്ക് കയറി സുധീഷിന്റെ കയ്യിലെ കെട്ടഴിക്കുകയാണ്. നികേഷും സുധീഷും വണ്ടിയിൽ നിന്നും ഇറങ്ങുമ്പോൾ സുധീഷ് നിനക്ക് എന്തെങ്കിലും പറ്റിയോന്ന് ചോദിച്ച് അരികിലേക്ക് ഓടി ചെല്ലുകയാണ് സുഭാഷ്. പിന്നാലെ ഹരീഷ് ഓടി ചെല്ലുന്നു. എനിക്കൊന്നുമില്ലാന്ന് സുധീഷ് പറയുമ്പോൾ ഗുണ്ടകൾ അവരുടെ നേരെ വരികയാണ്. സുധീഷും സുഭാഷും ഹരീഷും കൂടി ആ ഗുണ്ടകളെ അടിച്ചു വീഴ്ത്തുകയാണ്. നികേഷും അവരുടെ ഒപ്പം കൂടുന്നു. ഒരു ഗുണ്ടയുടെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് ഹരീഷ് ചോദിക്കുന്നു ആരാടാ നീയെല്ലാം, എന്തിനാ സുധീഷ് ഏട്ടനെ കടത്തിക്കൊണ്ട് വന്നത്? സുഭാഷ് ചോദിക്കുന്നു എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്തതെന്ന് ആര് പറഞ്ഞിട്ടാ? സുധീഷ് പറയുന്നു ഞാൻ ചോദിക്കാം. എടാ എന്തിനാ നീ എന്റെ കയ്യിലുണ്ടായിരുന്ന പണവും സ്വർണവും മോഷ്ടിച്ചുകൊണ്ട് പോയത്? ഞാൻ ആ വഴി വരുമെന്ന് നിനക്കെങ്ങനെ അറിയാം? ഞാൻ അത്രയും പണവും സ്വർണവും കൊണ്ടാണ് വരുന്നതെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അങ്ങനെ സുധീഷ് അയാളെ തല്ലാനായി വരുമ്പോൾ അയാൾ പറയുന്നു പറയാം. അങ്ങനെ അയാൾ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. ശേഷം അയാൾ പറയുന്നു ഇതിന്റെ പിന്നിൽ ആരാണെന്നറിയില്ല, സ്വർണവും പണവും മോഷ്ടിച്ച് നിങ്ങളെ കെട്ടിയിടാനാണ് പറഞ്ഞത്. തുടർന്ന് രാവിലെ പത്രമെടുക്കാനായി പുറത്തേക്ക് ഇറങ്ങി വന്ന
വന്ന ഹേമ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സുധീഷിനെ കാണുകയാണ്. മുഖം വ്യക്തമായി കാണുന്നില്ല. ഹേമ ചോദിക്കുന്നു, ആരാ നിങ്ങള്? സുധീഷ് തിരിഞ്ഞു നോക്കുമ്പോൾ ഹേമ ഞെട്ടി നിൽക്കുകയാണ്. ഭയത്തോടുകൂടി രാജീവേട്ടാന്ന് വിളിച്ച് അകത്തേക്ക് ഓടി പോവുകയാണ് ഹേമ. തുടർന്നുള്ള റിവ്യൂവുമായി വീണ്ടും കാണാം. ഈ സീരിയലിന്റെ കൂടുതൽ റിവ്യൂസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്